ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അവർകളെ ആദരവോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. യോഗത്തിന് ആധ്യക്ഷം വഹിക്കുന്ന ഏറ്റവും ആദരണീയനായ ശ്രീമദ് നന്ദനാത്മജ ആനന്ദ സ്വാമികൾ, ആദരണീയനായ ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി ശ്രീമദ് സ്വാമിജി ശുഭാകാനന്ദ, ആദരണീയനായ ശ്രീമദ് സുരേശാനന്ദ സ്വാമികൾ, ഏറെ ബഹുമാന്യനായിട്ടുള്ള MLA ആദരണീയനായ ശ്രീ വി ജോയ്, ആദരണീയനായിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ PS പ്രശാന്ത്, ആദരണീയരായിട്ടുള്ള ശ്രീ നസീർ വെളിയിൽ, ശ്രീ AM സദാനന്ദൻ, സംപൂജ്യ ശ്രീമദ് വിശാലാനന്ദ സ്വാമികൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യനായിട്ടുള്ള ശ്രീ സജി അടക്കം ബഹുമാന്യരായിട്ടുള്ള ഏവരുമേ 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിലേക്ക്, അറിവിന്റെ തീർത്ഥാടനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ശ്രീനാരായണ ഗുരുദേവൻ ഒരു നൂറ്റാണ്ട് മുൻപ് വിളിച്ചു ചേർത്ത സർവമത സമ്മേളനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ 100ാം വാർഷികത്തിൽ ലോക സമൂഹം ഗുരുദേവ ദർശനങ്ങളെക്കുറിച്ച് വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിൽ ഇന്ന് നമ്മുടെ ഈ സർവമത സമ്മേളനം നടക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിൽ വത്തിക്കാനിൽ ലോക മത പാർലമെന്റ് സംഘടിപ്പിക്കപ്പെട്ടത്. ഈ അവസരത്തിൽ ഏത് കാലത്തും ഏത് തലമുറയിലും ഇപ്പോൾ നമ്മൾ പറയും 100% ഗുരുദേവ ദർശനങ്ങൾ കാലിക പ്രസക്തിയുള്ളതാണ്. ഇനി നമുക്ക് ശേഷം വരാനിരിക്കുന്ന അനേകം തലമുറകളും പറയും ഗുരുദേവ ദർശനങ്ങൾ കാലിക പ്രസക്തിയുള്ളതാണ്. എന്തുകൊണ്ടാണത്? ഗുരുദേവ ദർശനങ്ങൾ കാലങ്ങൾക്കും അതുപോലെ എല്ലാ സീമകൾക്കും അപ്പുറത്ത് നിലനിൽക്കുന്നതാണ് എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ കാലിക പ്രസക്തമായ ആഗോളതലത്തിൽ ഏറ്റവും അനിവാര്യമായ ദർശനങ്ങളിലേക്ക് ലോക സമൂഹത്തിന്റെ ശ്രദ്ധ കൊണ്ടുവരുന്നതിനും വിശ്വമാനവികതയിൽ അടിസ്ഥാനമാക്കി ഏകലോകമെന്ന മഹാസങ്കല്പത്തിലേക്ക് ലോക സമൂഹത്തെ ഉണർത്തുവാനും ഈ വർത്തമാന കാലഘട്ടത്തിൽ ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ലോകമത പാർലമെന്റിലൂടെ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. അതിന് ഈ സർവമത സമ്മേളനത്തിൽ സാദരം അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. നമുക്ക് ഏതാണ്ട് 1970കളുടെ തുടക്കത്തിൽ തന്നെ ഇവിടെ ഒരു സർവമത പാഠശാല ഉണ്ട്. ഇനി ഇവിടെ സർവമതസ്ഥർക്കും പ്രാർത്ഥിക്കാനുള്ള ഒരു ആരാധനാലയം കൂടി ഒരുങ്ങാനായിട്ട് പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് ഗുരുദേവൻ നമുക്ക് പകർന്നു തന്ന മഹാദർശനം. എല്ലാ മതങ്ങളുടെയും സാരം ഒന്ന് തന്നെയാണ്. പല മത സാരവും ഏകം. പക്ഷേ എന്താണ് ഗുരുദേവൻ പറഞ്ഞത്? പക്ഷെ ഇത് മനസ്സിലാക്കാതെ നാം എന്താണ് ചെയ്യുന്നത്? ഒരു ആനയെ നമ്മൾ കണ്ണടച്ചോ അല്ലെങ്കിൽ നമുക്ക് ആ നിലയിൽ കാണുമ്പോൾ ആന എങ്ങനെയാണ് എന്നുള്ളത് വിവരിക്കുമ്പോൾ പല രീതിയിലാണ് വിവരിക്കുക. അതുപോലെയാണ് പാമരന്മാർ. ഗുരു പറയുന്നു, അതുപോലെയാണ് പാമരന്മാർ ഈ ഉലകിൽ മതങ്ങളെ കുറിച്ച് പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അലയുന്നത് ഗുരുദേവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അത് കണ്ടലയാതെ അമർന്നിടേണം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ഗുരുദേവ ദർശനങ്ങളുടെ സാരാംശം ഗ്രഹിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അത് പൂർണ്ണമായും ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അത് ഗ്രഹിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും മതവൈരം. അത് മതവിരുദ്ധമാണ്.
മറ്റൊരു മതത്തെ ദുഷിക്കുന്നതും നിന്ദിക്കുന്നതും മറ്റൊരു മതത്തിനെതിരായി പറയുന്നതും അതാണ് യഥാർത്ഥത്തിലുള്ള മതവിരോധം, ഈശ്വരനിന്ദ എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട്. പല നദികൾ ഒരു വലിയ സാഗരത്തിലേക്ക് എത്തിച്ചേരുന്നത് പോലെയാണ് പല ചിന്താധാരകളിലൂടെ, പല മതദർശനങ്ങളിലൂടെ അതിന് മോക്ഷമെന്നോ ഏതു തരത്തിലും അതിനെ വിളിക്കാം, ആ മഹാസാഗരത്തിലേക്ക് എത്തിച്ചേരുന്നത്. എന്താണ് നദിയുടെ പ്രത്യേകത? ആഴമുള്ള നദികൾ അതിൽ വീഴുന്ന പൂജാപുഷ്പങ്ങളെയും അതിൽ കൂടെ വീഴുന്ന തടിക്കഷ്ണങ്ങളെയും, തടിക്കഷ്ണങ്ങൾ മരത്തിൽ നിന്ന് മരം ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവനില്ല. അപ്പോ ഈ നദിയിലേക്ക് വീഴുന്ന തടിക്കഷ്ണങ്ങളെയും പൂജാപുഷ്പങ്ങളെയും ഒരു പക്ഷേ എവിടെ നിന്നോ ഒഴുകി വന്ന മൃതദേഹങ്ങളെയും ഒരേപോലെ വഹിച്ചുകൊണ്ടാണ് ഒഴുകുന്നത്. ഒരു ഭാവവ്യത്യാസവുമില്ല. എന്തുകൊണ്ടാണ്? അത് പുഴകളുടെ, നദികളുടെ ജലഗമന സംവിധാനങ്ങളുടെ ആഴം കൊണ്ടാണ്. പലവിധമായിട്ടുള്ള ചിന്താധാരകളിലൂടെ ഒരു മഹാസാഗരത്തിലേക്ക് നാം കടന്നു ചെല്ലുന്നത് പോലെയാണ് പല മതങ്ങളിലൂടെ നാം പറയുന്ന മോക്ഷത്തിലേക്കോ ഈശ്വര സാക്ഷാത്കാരത്തിലേക്കോ എത്തിച്ചേരുന്നത് എന്ന് എല്ലാ മതങ്ങളും പറയുന്നു. ഗുരു ആത്യന്തികമായി ലോകത്തെ പഠിപ്പിച്ചത് അതാണ്. നമ്മൾ ഇന്നൊന്ന് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ എന്തൊക്കെയാണ് മതത്തിന്റെ പേരിൽ, ഈശ്വരന്റെ പേരിൽ നമ്മുടെ ചുറ്റും നടക്കുന്നത്, ഒരു പക്ഷെ നമ്മുടെ ഉള്ളിലും നടക്കുന്നത് എന്ന് നാം ചിന്തിച്ചു നോക്കണം. ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠിച്ചു. അതിന്റെ എവല്യൂഷൻ നമ്മൾ മനസ്സിലാക്കുമ്പോ എന്തായിരുന്നു അതിലൂടെ ഗുരുദേവൻ നൽകിയ ദർശനം? അതായത് നമ്മിലുള്ള അഹങ്കാരവും സ്വയം ബോധവും ഒക്കെ ഇല്ലാതെയായി, നമ്മിലെ അജ്ഞതയില്ലാതെയായി നാം തന്നെ ഈശ്വരന് ആയി മാറുന്ന അവസ്ഥ. തത്വമസി, അത് നിന്നിൽ വസിക്കുന്നു എന്നുള്ളതാണ്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറയുന്നത് എങ്ങനെയാണ്? എന്നെ സ്നേഹിക്കുന്നത് പോലെ, അവരവരെ സ്നേഹിക്കുന്നത് പോലെ മറ്റൊരാളെ സ്നേഹിക്കുക. അതായത് അവരനും നമ്മളും ഒന്നായി തീരുന്ന അവസ്ഥയാണ്, അത് ഈശ്വരനാകുന്ന അവസ്ഥയാണ് എന്നുള്ളത് നാം കാണണം. എല്ലാ മതങ്ങളും പറയുന്നത് ഇത് തന്നെയാണ് എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, 92ാമത് ശിവഗിരി തീർത്ഥാടനം, അറിവിന്റെ മഹാതീർത്ഥാടനം ഇവിടെ നടക്കുമ്പോൾ ഗുരുദേവൻ നമ്മോട് പറയുന്നത്, നമ്മുടെ ഉള്ളിലേക്ക് നാം ഒന്ന് നമ്മുടെ ഉള്ള് പരിശോധിച്ചു നോക്കുക, നമ്മുടെ ചിന്തകൾ വിശകലനം ചെയ്തു നോക്കുക. എങ്ങനെയാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ, എങ്ങനെയാണ് നമ്മുടെ ചിന്തകൾ യഥാർത്ഥ ഗുരു ദർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ മതങ്ങളുടെയും സാരമേകമാണ് എന്ന പരമമായ ബോധ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞാൽ ഇന്നുള്ള വർഗീയ കലാപങ്ങൾ, വർഗീയ ലഹളകൾ ഇല്ലാതെയാകും. ഉള്ളിൽ തന്നെ പല സംവിധാനങ്ങളും അല്ലെങ്കിൽ ആ നിലയിൽ കലഹിക്കുന്ന മതങ്ങളിൽ വിശ്വസിക്കുന്നവർ, ഒരു മതവും മറ്റൊരു മതവുമായിട്ട് കലഹിക്കുന്നില്ല, പക്ഷെ മതത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ അത് യഥാർത്ഥ വിശ്വാസമല്ല എന്നുള്ളതാണ് ഗുരുദേവൻ നമ്മോട് പറയുന്നത് എന്നുള്ളത് കൂടി നാം കാണേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ മതങ്ങൾ തമ്മിലുള്ള രണ്ട് മതവിശ്വാസങ്ങൾ പുലർത്തുന്നവർ തമ്മിലുള്ള കലഹങ്ങൾ, അതാണ് യഥാർത്ഥത്തിലുള്ള മതനിന്ദ എന്നുള്ളത് ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ചു തന്നു. ആ മഹാദർശനത്തിന്റെ മുന്നിലാണ് സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികത്തിൽ നാം നിൽക്കുന്നത്. അതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. പ്രത്യേകിച്ച് ശിവഗിരിയുടെ ഈ മണ്ണിൽ നിൽക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നു ഈ ദർശനങ്ങൾ എത്രയോ പ്രസക്തമാണ് എന്ന് ചർച്ച ചെയ്യുന്നു. ഗുരുദേവന്റെ വാക്കുകൾ ചർച്ച ചെയ്യുന്നു. അത് കാലത്തിനതീതമായി സഞ്ചരിക്കുന്നതാണ് എന്നുള്ളത്, കാലത്തിനതീതമായി നിലനിൽക്കുന്നതാണ് എന്നുള്ളത് രാഷ്ട്രങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ആ നിലയിലേക്ക് ഗുരുദേവ ദർശനങ്ങളുടെ പ്രചാരണം രാജ്യങ്ങളുടെ അതിർത്തികൾക്കപ്പുറത്തേക്ക് എത്തിക്കുക എന്ന വർത്തമാനകാല ഉത്തരവാദിത്വം വളരെ മനോഹരമായി നിർവഹിക്കുന്ന ശിവഗിരി മഠത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് ഈ ദിവസം
സർവമത സമ്മേളനത്തിൽ ഒരിക്കൽ കൂടി ഗുരുദേവന്റെ വാക്കുകൾ നമുക്ക് ഓർക്കാം. പല മതസാരവും ഏകം, എല്ലാ മതങ്ങളുടെ സാരവും ഒന്നു തന്നെയാണ്. അവിടെ അവസാനിക്കും കലഹങ്ങൾ, അവിടെ അവസാനിക്കും വൈരങ്ങൾ, അവിടെ അവസാനിക്കും കേസുകൾ, അവിടെ അവസാനിക്കും പല യുദ്ധങ്ങളും എന്നുള്ളത് ഓർത്തുകൊണ്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സംപൂജ്യരായ സ്വാമിജികളുടെയും സംപൂജ്യരായിട്ടുള്ള എല്ലാ വിശിഷ്ടാതിഥികളുടെയും അനുവാദത്തോടെ ഏറ്റവും വിനയത്തോടുകൂടി ഔപചാരികമായി നമ്മുടെ 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ സർവമത സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.